ശ്രീ 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 പ്രിയദർശൻ തമ്പി, ദിലീപ് കോടതിയിൽ പറഞ്ഞ അതേ വാദത്തിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ്. ഫയലുകളുടേത് മാറിയില്ല, മെമ്മറി കാർഡിന്റേത് മാത്രമാണ് എന്ന്. പക്ഷേ ഒരു കേസ് അട്ടിമറിക്കാൻ ഇതൊക്കെ തന്നെ എത്രമാത്രം പര്യാപ്തമാണ് എന്നത് വ്യക്തവുമാണ്. എന്താണ് താങ്കൾക്ക് അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാളെ ഈ കേസിന്റെ ഒരു അന്തിമവാദം തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ആ കേസിന്റെ വിധി എന്താകുമെന്നോ, ആ കേസിലെ തെളിവുകളെ ഏത് രീതിയിലാണ് കോടതി പരിശോധിക്കുക എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത് ചർച്ച ചെയ്യുന്നതും ശരിയല്ല. കാരണം ഒരു കോടതി അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട അതിലൊരു സ്ട്രേറ്റ് ജാക്കറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയൊന്നുമില്ല. ഓരോ എവിഡൻസിനെ എനിക്ക് കുറേയേറെ വർഷത്തെ അനുഭവ സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു കേസ് കണ്ടാൽ ആ കേസ് ഉറപ്പായും വെറുതെ വിടുമെന്നോ അല്ലെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. അതാണ് ക്രിമിനൽ കേസിന്റെ ഒരു പൊതു സ്വഭാവം. അതാണ് കോടതികൾ ഏത് തരത്തിലാണ് തെളിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് തെളിവുകൾ എടുക്കുന്നത് എല്ലാം കണക്കാക്കിയിരിക്കും. അപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒട്ടാകെ ഒറ്റുനോക്കിയിരുന്ന ഒരു കേസായിരുന്നു ഈ അതിജീവിതയുടെ കേസ്. ആ കേസിന്റെ വിചാരണ വളരെ എന്താ പറയുക അതിശയകരമായി തന്നെ നീണ്ടുപോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുപ്രീം കോടതി തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ എന്തായാലും അവസാനം ആ കേസിന്റെ വിചാരണ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അന്തിമവാദം പ്രോസിക്യൂഷന്റെ ആയാലും ശരി, പ്രതിഭാഗത്തിന്റെ ആയാലും അന്തിമവാദം നടക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ട്രയൽ, ക്രിമിനൽ കേസിന്റെ ട്രയൽ എന്ന് പറയുമ്പോൾ അതിന്റെ അന്തിമവാദത്തിൽ ഇതുവരെ ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും സ്വാഭാവികമായും അത് അവിടെ ചർച്ച ചെയ്യപ്പെടും. ആ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ടു കൂട്ടർക്കും പറയാനുള്ള അവസരം ഉണ്ടാകും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആ രണ്ടു കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷം അത് സംബന്ധിച്ച് നീതിയുക്തമായ ഒരു വിധി തന്നെ ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസിൽ അങ്ങനെ ഒരു വിധി ഉണ്ടാകാനേ കഴിയുകയുള്ളൂ. കാരണം ഈ കേസ് വളരെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരള സമൂഹമാകെ, ജുഡീഷ്യറി മാത്രമല്ല കേരള സമൂഹമാകെ, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകളെ ഉറ്റുനോക്കിയ ഒരു കേസ്, ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ്. അത്രമാത്രം പ്രാധാന്യം ഈ കേസിനുണ്ട്. മാത്രവുമല്ല ഈ കേസിന്റെ വിധി എന്ന് പറയുന്നത് ഒരുപാട് കേസുകളെ സ്വാധീനിക്കാൻ തക്ക തരത്തിലുള്ളതും ആയിരിക്കും. അതൊരു സന്ദേശമായി തന്നെ കാണേണ്ടുന്ന വിധിയുമായിരിക്കും. അപ്പോൾ അതിൽ അതിജീവിതയ്ക്ക് നീതി എന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം.